മണ്ണാർക്കാട് നിപ്പ രോഗം വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സാഹചര്യത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഇളവ് വേണമെന്ന് എം.എൽ.എ. ഷംസുദ്ദീൻ. ഇതു സംബന്ധിച്ച് ആരോഗ്യമന്ത്രിയോടും ജില്ലാ ഭരണകൂടത്തോടും സംസാരിച്ചതായും എം.എൽ.എ. പറഞ്ഞു. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ജനങ്ങൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം വരെയുണ്ടാകും. നിയന്ത്രണങ്ങൾ 8 ദിവസം പിന്നിട്ട സ്ഥിതിക്ക് കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഇളവ് വേണമെന്നും മാസ്ക് ധരിച്ചും മറ്റും ആളുകൾക്ക് ജോലിക്ക് പോകാനും മറ്റുമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും എം.എൽ.എ. ആവശ്യപ്പെട്ടു. പുതിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തത് അത് നമ്മളൊരു നല്ല കാലം. വേറെ കൂടുതൽ റിപ്പോർട്ടുകൾ ഉണ്ടായില്ല, വേറെ കുറേ ആളുകൾക്ക് ലക്ഷണങ്ങൾ ഉണ്ടായില്ല, അതൊക്കെ നല്ല കാലം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ എടുത്തു കളയണമെന്നുള്ളത് ശക്തമായി ഇന്ന് ആരോഗ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവരുടെ നടപടി എന്ന് നോക്കിയിട്ട് ബാക്കി ഇടപെടലുകൾ ഒരു എം.എൽ.എ. എന്നുള്ള നിലയിൽ എൻ്റെ ഭാഗത്തുണ്ടാകും എന്നീ സന്ദർഭത്തിൽ സൂചിപ്പിക്കാം. ഇന്നത്തെ അവരുടെ ഒരു തീരുമാനം എന്താണെന്ന് നോക്കിയിട്ട് അത് വേണ്ടത്ര പുരോഗതി ഇല്ലെങ്കിൽ തീർച്ചയായും അതിനപ്പുറത്തുള്ള ബന്ധപ്പെടലും ഇടപെടലുകളും ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുക. വിദ്യാഭ്യാസം, തൊഴിലിലോ പ്രശ്നമുണ്ട്. ഒരു തൊഴിൽ സ്ഥിരമായി എടുത്തിരുന്ന ആൾ വരാഞ്ഞാൽ അവർ വേറെ ആളെ ഏൽപ്പിക്കും, ഇയാൾക്ക് ആ തൊഴിൽ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ പിന്നെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളില്ലാതിരിക്കാൻ മാസ്ക് പോലുള്ള സംഗതികളൊക്കെ ധരിച്ചുകൊണ്ട് തന്നെ ആ കണ്ടെയ്ൻമെന്റ് സോണിലുള്ള ആളുകൾക്കും ലക്ഷണങ്ങളൊന്നുമില്ലാത്ത രോഗലക്ഷണങ്ങളൊന്നുമില്ലാത്ത ആളുകൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കണം. അതാണെന്ന് നമ്മൾ മന്ത്രിയോട് ശക്തമായി ആവശ്യപ്പെട്ടത്. ഇത് സംബന്ധിച്ച് ആരോഗ്യമന്ത്രിയോട് സംസാരിച്ചിരുന്നതായും യോഗ തീരുമാനത്തിനു ശേഷം മറുപടി അറിയിക്കാമെന്ന് പറഞ്ഞതായും എം.എൽ.എ. പറഞ്ഞു. മേഖലയിലെ ദരിദ്രർക്കും അതിദരിദ്രർക്കും കിറ്റുകൾ ഏർപ്പെടുത്തേണ്ട സാഹചര്യം സർക്കാർ മുൻകൈയെടുത്ത് നടപ്പാക്കണമെന്നും എം.എൽ.എ. ആവശ്യപ്പെട്ടു. കൊടുക്കാനും കഴിയും. കോവിഡ് കാലത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കഴിയണം, കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. മാത്രമല്ല ഈ അടച്ചിടുന്ന ഭാഗങ്ങൾ മാത്രമേ ഈ തുറന്നു കിടക്കുന്ന കടക്കാർ പറയുന്നത് മണ്ണാർക്കാട് എന്നൊരു ഭീകരാവസ്ഥ പുറത്തുനിന്ന് ആളുകൾ ഇറങ്ങുന്നില്ല. തുറന്നു കിടക്കുന്ന ആൾക്കാരുടെ അവസ്ഥ അതിലും ഭീകരമാണ്. അപ്പോൾ ഇതിന് എല്ലാവർക്കും ഒരു ആവശ്യമാണ് ഈ ആദ്യത്തെ ഒരാഴ്ച നമ്മളും അത് കാരണം ഒരു വലിയ മഹാമാരി വരികയാണ്. പിന്നെ ഡെത്ത് റേറ്റ് ഏറ്റവും കൂടുതലുള്ള ഒരു പകർച്ചവ്യാധിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരാഴ്ച അതിനോട് നമ്മളെല്ലാവരും പിന്നെ ആളുകളെ സഹകരിപ്പിക്കുകയായിരുന്നു. പക്ഷെ ഇനിയും ഇതിങ്ങനെ പ്രോട്ടോകോൾ പ്രകാരം 14 ദിവസമാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി 14 ദിവസമാണെങ്കിൽ ഇനി 6 ദിവസം കൂടി കഴിയണം. ദരിദ്രർക്കും BPL പട്ടികയിൽപ്പെട്ടവർക്കെങ്കിലും ഒരു കിറ്റ് കൊടുക്കാൻ ഗവൺമെന്റ് സന്നദ്ധമാണ്. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, അത് ശരിയല്ല. അപ്പോൾ കളക്ടറേറ്റ് ഇപ്പോൾ ചർച്ച ചെയ്തപ്പോൾ അവരുടെ തലത്തിൽ അതിനൊരു സംവിധാനം നീങ്ങുന്നുണ്ട്. പിന്നെ ഈ NGOസിനെ എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു വിതരണം വരും. ഇത് വൈകുകയാണ്.